ഷാർജയിലേക്കുള്ളൊരു യാത്രാമത്തി നമ്മൾ ദുബായിലേക്കെത്തി. ഇവിടെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളേതായാലും തമിഴ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെജിറ്റേറിയൻ വിചാരിച്ച് പ്രതീക്ഷ കയറി. അപ്പം നോണും വെജിറ്റേറിയൻ രണ്ടും മിക്സാണ് കേട്ടോ. അപ്പം ഏതായാലും ഇവിടെ വന്നു. കുറച്ച് നേരം നമ്മൾ ഇതിൽ കാത്തിരിക്കേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നു. ഒരു ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ ഏതായാലും വെയിറ്റ് ചെയ്തു. അപ്പം ഇതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓരോ ആൾക്കാരുകൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരികയാണ്. സത്യത്തിൽ ഈ തമിഴ് റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. ഇവിടെ നോൺ വെജ് കണ്ടപ്പോൾ ഒരുപാട് പേര് നോൺ വെജിലേക്ക് കയറി. അങ്ങനെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാമെന്നുള്ള ധാരണയിൽ ഒരു നീക്കുപോക്കിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നു. വിലക്ക് ഇത്തിരി കൂടുതലാണ് എങ്കിൽ കുഴപ്പമില്ല. ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലയിലായിരിക്കും ഭക്ഷണമൊക്കെ വിളമ്പുക. കോഴി രസം ചെറിയ ഓർഡർ ചെയ്ത് കോഴി രസം പോലെ എല്ലാവർക്കും ഇഷ്ടമായില്ല, പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്. എല്ലാവർക്കും ഒരു പുതിയൊരു രുചിയായിരുന്നു. അതേകൊണ്ടാണ് ഇങ്ങനത്തെ ഞാൻ കഴിക്കുന്നത്. അപ്പം കഴിച്ചവർക്ക് ചില പേർക്ക് ഇഷ്ടപ്പെട്ടു, ചില ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ചിന്താമണി ചിക്കൻ എന്തൊക്കെ പേരാണല്ലേ. അങ്ങനെ അതും ആ പൊറോട്ട ചെറിയ എന്താ പറയുക, ഒരു 10 വയസ്സാറ് രീതിയിലുള്ള വലുപ്പത്തിലുള്ള പൊറോട്ടയാണ്. ഒന്നും തിന്നാൽ എവിടെയും വയറുന്നറിയില്ല. നമ്മൾ കേരള പൊറോട്ട പോലെയല്ല. അപ്പോൾ അതും അതിൻ്റെ കൂടെ നല്ല സൂപ്പർ സാലനായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഇലയിലൊക്കെ ഇട്ട് കഴിക്കുമ്പോഴുണ്ടാകുന്ന രുചിയും സൂപ്പറായിരുന്നു. ഏതായാലും ഭക്ഷണം നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം ദുബൈയിൽ വരുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാവരും കൂടി. മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.